Hello guys, it's me Sarathkala Sharma. Welcome back to my video vlog. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അൺബോക്സിങ് വീഡിയോയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകളിലൊക്കെ മൊബൈലിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൊബൈൽ കൊണ്ട് നടക്കുമ്പോഴും ഓടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഒരു ഷേക്കിംഗ് ഉണ്ടാവും, ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു ഗിംബൽ ഉപയോഗിക്കാറുണ്ട്. ഞാനും ഒരു ഗിംബൽ വാങ്ങി. DJIയുടെ അടിപൊളി ഒരു ഗിംബലാണ്, മാരക പെർഫോമൻസ് ആണ്. നമുക്കതിനെക്കുറിച്ചുള്ള ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് DJIയുടെ ഓസ്മോ മൊബൈൽ കോംബോ പാക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കോംബോ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഓസ്മോ, അതായത് DJI കമ്പനിയുടെ ഓസ്മോ മൊബൈൽ 3 കോംബോ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നമ്മളെ ഗിംബലിൻ്റെ കൂടെ അതിനോടൊപ്പം കുറച്ച് പ്രോഡക്റ്റ് കൂടെ അധികം അവർ തരുമെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ മുകളിലുള്ള റാപ്പർ ഒന്ന് അഴിച്ചു മാറ്റാം. നമുക്കിത് പൊളിക്കാം. അതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള നല്ല രീതിയിലാണ് അവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ. അതിൽ ഒരു ബോക്സാണ് കൂടെ വരുന്നത്. അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ബോക്സ് ക്ലിയറാക്കി നമുക്ക് തന്നിട്ടുള്ളത്. അടിപൊളി ഒരു ബോക്സാണ്. ഇത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തും ഇട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോക്സാണ്. ഓക്കെ, സാധാരണ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഒരു മാനുവൽ ഗൈഡുണ്ട്. ഇനി അതിനോടൊപ്പം ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. എന്താ നോക്കാം. ഈ കുഞ്ഞ് ബോക്സിൽ ഇങ്ങോട്ട് പോരെ. ഓക്കെ, ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് അവർ കോംബോയിൽ കൂടെ ഉണ്ടായിട്ടുള്ളത്. അടിപൊളിയാണ്. നമുക്ക് എവിടെയെങ്കിലും ട്രാവലിംഗ് പോകുമ്പോഴൊക്കെ ഇതിനകത്ത് ഗിംബൽ വെച്ച് ഉപയോഗിക്കാം. കൊള്ളാം, നല്ല അടിപൊളി മെറ്റീരിയലാണ്. അതിനോടൊപ്പം വരുന്നത് മറ്റൊരു അടിപൊളി പാക്കറ്റിലൊരു ഇതാണ്. അയ്യവ, നമ്മുടെ ഈ ഗിംബലിൻ്റെ കൂടെ വരുന്നതാണ്. ഒരു ട്രൈപോഡ് മെത്തേഡിൽ നമുക്ക് അതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അത് സംഭവം ഉഷാറാണ്. ഇനി അതിനോടൊപ്പം വീണ്ടും വരുന്നത് ഒരു USB ചാർജറാണ്, C പോർട്ട് ചാർജറാണ് അതിൻ്റെ കൂടൊപ്പം വരുന്നത്. പിന്നെ ഇതെന്താ അത് ഒരു സിൽക്ക ജെല്ലാണ്. ഇതാണ് നമ്മുടെ ഐറ്റം ഓസ്മോ DJIയുടെ ഓസ്മോ. കണ്ടോ, അടിപൊളി ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. കിടിലമാണ്. സാധനത. അതിനകത്തൊരു ക്യാരി ചെയ്യാനായിട്ടുള്ളൊരു ടാഗൊക്കെ ഉണ്ട്. അടിപൊളി രീതിയിലാണ്. ഇതാണ് നമ്മുടെ ഗിംബൽ എന്ന് പറയുന്ന സാധനം റെഡി. നേരത്തെ കാണിച്ചില്ല, ട്രൈപോഡ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണിത്. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ നല്ല മനോഹരമായിട്ട് രീതിയിലാണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗിംബലിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്നറിയോ, അവരുടെ DJIയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് കണ്ടോ, ഈ ഫോണ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈപോഡ് ഉണ്ടല്ലോ, ഫോണിൻ്റെ ആ ഭാഗം, ഫോണിൻ്റെ ആ പ്ലേ ബട്ടണും നമ്മുടെ വോളിയം ബട്ടണൊന്നും ലോക്കാവാതെ പ്രസ് ചെയ്യാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് അവർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഗിംബലിൻ്റെ പ്രത്യേകത 3 ആക്സിസ് ഗിംബലാണ്. 360 ഡിഗ്രിയിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു കിടിലൻ ഗിംബലാണിത്. ഓക്കെ, നമുക്കിതിനി ഇതിൻ്റെ ടാഗ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ക്യാരി ചെയ്യാൻ പാകത്തിന്. ഓക്കെ, റെഡി.
ഒക്കെ സംഭവം ഉഷാറായിട്ടുണ്ട്. നമുക്കിതിന് ഉപയോഗിക്കുന്ന സമയത്ത്, ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവരുടെ മാനുഫാക്ചറിങ് ഒക്കെ. സൂപ്പറാണ്. ഓക്കെ, ഞാനിത് ഓണാക്കിയിട്ടില്ല. ഓണാക്കിയാൽ മാത്രമേ ഇത് റൊട്ടേഷനൊക്കെ ചെയ്യുള്ളൂ. ഓണാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈലിൽ DJIയുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർ തരുന്ന മാനുവൽ ഗൈഡിൽ ഒരു QR കോഡുണ്ട്. ഇത് സ്കാൻ ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ കയറിയിട്ട് കോമൺ ആയിട്ട് നമുക്ക് ഇമെയിൽ അഡ്രസ്സൊക്കെ കൊടുത്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇത് ഗിംബൽ പ്രവർത്തിക്കുകയുള്ളൂ. ഈ ഗിംബലിൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 15 മണിക്കൂർ വരെ ചാർജ് നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിലും മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ നമുക്ക് പവർ ബാങ്കായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ ചാർജ് അല്ലെങ്കിൽ മൊബൈലിലേക്ക് ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള പോർട്ടുകളൊക്കെ ഉണ്ട്. അതിനുള്ള ഒരു A ടൈപ്പ് പോർട്ടാണിത്. ഇതിന് നമുക്ക് USB കേബിൾ വെച്ചിട്ട് നമുക്ക് മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ബട്ടൺസ്. ഇത് റൊട്ടേഷൻ ബട്ടണാണ്. റൊട്ടേഷൻ 4 സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിലോട്ട്, താഴോട്ട്, ഇടത്തോട്ട്, വലത്തോട്ട് അതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാം. ഇത് മാനുവൽ ബട്ടണാണ്. ഇത് ഇത് പവർ ഓൺ സ്വിച്ചാണ്. ഇത് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതിൽ ഇവിടെ ലൈറ്റ് തെളിയും. ഇത് ബ്ലൂടൂത്ത് വെച്ച് ഇത് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഓണാക്കുള്ളൂ. ഓണാക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പച്ച ലൈറ്റ് കത്തും. അപ്പോൾ കണക്റ്റായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ സൂം ഇന്ന് സൂം ഔട്ടൊക്കെ ആ ബട്ടണാണിത്. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് എന്താ പറയുക, ഒരു ട്രിഗർ ബട്ടണുണ്ട്. ഇതിവിടെ ട്രിഗർ ബട്ടൺ വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളത് ഉപയോഗിച്ച് തന്നെ നോക്കണം. ഉപയോഗിക്കുമ്പോഴേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ ഗിംബലിനെയും കൊണ്ട് ഒന്ന് ഓടി നോക്കാൻ പോവുകയാണ്. നല്ല കട്ടറുള്ള സ്ഥലമാണ്. എന്തായാലും ഞാൻ ഒന്ന് ഓടി നോക്കാം. എന്താ പറയുക, സൂപ്പർ പെർഫോമൻസ് ആണ്. അടിപൊളി പെർഫോമൻസ് ആണ്. എന്താ പറയുക, ഒരു ഷെയ്ക്കോ അങ്ങനെ ഉള്ള ഒരു കാര്യമില്ല. സൂപ്പറാണ്. ഇതേ റോഡിൽ തന്നെ ഇപ്പോൾ വന്നതുപോലെ സാധാരണ നമ്മുടെ ഒരു ട്രൈപോഡ് കൊണ്ട് ഈ മൊബൈൽ വെച്ച് നമുക്കൊന്ന് ഓടി നോക്കാം. തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. അതേ സ്ഥലത്ത് വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു ട്രൈപോഡിലേക്കാണ്. നമുക്കൊന്ന് ഓടി നോക്കാം. കണ്ടോ വ്യത്യാസം? കണ്ടോ? മൊബൈൽ ആകെ ഒന്ന് ഷെയ്ക്കായിട്ട് ഒരു പിക്ചറൊന്നും ഒരു സ്റ്റെബിലൈസേഷനൊന്നുമില്ല. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഹലോ ഗൈസ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ചെയ്തിടുക. അപ്പോഴാണ് ഞാൻ ചെയ്യുന്ന ഓരോ ട്രാവൽ വീഡിയോസും ഓരോരോ വീഡിയോസൊക്കെ നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.